ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഇറങ്ങിയതാണ് അമ്മാമ്മ. ചെങ്കൊടിയുടെ തണലിൽ സഖാക്കളുടെ വിയർപ്പിലും ചോരയിലും ചവിട്ടുനിന്ന് പതിറ്റാണ്ടുകളോളം അധികാരത്തിൻ്റെ സകല സുഖങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചു തീർത്തു. കൊട്ടാരക്കരയിലെ സാധാരണക്കാരായ സഖാക്കൾക്ക് ഈ മുഖം വെറുമൊരു നേതാവായിരുന്നില്ല, അവരുടെ പ്രിയപ്പെട്ട പോറ്റിയമ്മയായിരുന്നു. ആ വിശ്വസ്തയാണ്, അവർ കൊടുത്ത ആ സ്നേഹത്തെയാണ് ഒറ്റ രാത്രി കൊണ്ട് അധികാരക്കൊതിയുടെ പേരിൽ നടുറോഡിൽ വലിച്ചെറിഞ്ഞത്. തനിക്കായി രാപ്പകൽ അധ്വാനിച്ച സഖാക്കളുടെ നെഞ്ചിൽ ചവിട്ടി ഖാദി ഷർട്ടും ത്രിവർണ്ണ ഷാളും അണിഞ്ഞ് പുതിയ ക്യാമ്പിലെത്തിയപ്പോൾ കരുതി ഇനിയെല്ലാം ശുഭമെന്ന്, കൊട്ടാരക്കര അങ്ങോട്ട് തീരെഴുതി കിട്ടുമെന്ന്. പക്ഷേ അവിടെയാണ് കാലം കാത്തുവച്ച 8ൻ്റെ പണി കിട്ടിയത്. എല്ലാവരും ചേർന്ന് നല്ല സ്നേഹത്തോടെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് വിടണം എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. നിൽക്കുന്നു പുതിയ കൂട്ടുകാരുടെ നടുവിൽ മാധ്യമങ്ങളുടെ മയക്കുകളുടെ ഒരു പൂരത്തിന് മുന്നിൽ UDF സ്ഥാനാർത്ഥിയായി വലിയ ഗമയിൽ വോട്ട് ചോദിക്കാൻ വായ തുറന്നതാണ്. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറയാൻ വന്ന നാട്ടിൽ നിന്ന് അറിയാതെ പുറത്തു ചാടി ആ പഴയ ശീലം. അരി കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. അതെ, വായിന്ന് വീണ വാക്കല്ലേ, തിരിച്ചു വിഴുങ്ങാൻ പറ്റുമോ? ഭാഗ്യത്തിന് പെട്ടെന്ന് നാവൊന്നു കടിച്ചതുകൊണ്ട് ആ വാൾ അവിടെ വീണില്ല, അല്ലെങ്കിൽ കൂടെ നിന്ന് കോൺഗ്രസ്സുകാരുടെ ബോധം പോയെന്നെ. 3 പതിറ്റാണ്ട് കാലം പറഞ്ഞു പഠിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രം അങ്ങനെ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? എത്രയൊക്കെ മറുകണ്ഠം ചാടിയാലും എത്ര വലിയ ത്രിവർണ്ണ ഷാർട്ട് മൂടിയാലും ഉള്ളിലിരിപ്പ് അങ്ങോട്ട് മാറുന്നില്ലല്ലോ പോറ്റിയമ്മേ. ഇത്രയും കാലം അധികാരത്തിൻ്റെ ചോറുണ്ട ആ അരിവാൾ ആ തൊണ്ടയിൽ കിടന്ന് കുടുങ്ങുകയാണ്. സ്വന്തം ലാഭത്തിനു വേണ്ടി സഖാക്കളെ വഞ്ചിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ചോരയിലലിഞ്ഞ ആ ശീലം അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അന്ന് ആ അരി എന്ന് കേട്ടപ്പോൾ തൊട്ടടുത്ത് നിന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ മുഖത്തെ ആ ചിരി കണ്ടോ? ചിരിക്ക് പിന്നിലെ ആ പരവേശം. ദൈവമേ, ഇവർ എവിടുന്ന് ഈ വന്ന് ചാടിയത്, പറഞ്ഞിട്ട് പോലുമില്ലല്ലോ എന്നാകും അവർ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക. പോസ്റ്റർ അടിക്കാൻ ഓർഡർ കൊടുത്ത കോൺഗ്രസ്സുകാർക്ക് വരെ ഒരു നിമിഷം നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടാകും. ഇനി കാര്യത്തിലേക്ക് വരാം. കൊടി മാറി, പാർട്ടി മാറി, എല്ലാം മാറി. പക്ഷേ കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ചോര നീരാക്കി വിജയിപ്പിച്ച സഖാക്കൾക്ക് ഈ നഗ്നമായ വഞ്ചന പൊറുക്കാൻ പറ്റുമോ? സ്വന്തം ചിഹ്നം ഏതാണെന്ന് വോട്ടർമാരോട് പറയാൻ പോലും അരിവാൾ മറക്കാൻ കഴിയാത്ത ഈ സ്ഥാനാർത്ഥിയെ കാത്ത് കൊട്ടാരക്കരയിൽ വലിയൊരു വിധി കാത്തിരിപ്പുണ്ട്. സ്വന്തം പാർട്ടിയുടെ പേരോ ചിഹ്നമോ പറയാൻ നാക്കിന് സ്വാധീനമില്ലാത്ത, അധികാരത്തിനു വേണ്ടി ഏതു നിമിഷവും നിറം മാറുന്ന ഈ നേതാവിൻ്റെ കൊട്ടാരക്കരയിലെ ഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ ഇത്തവണ എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം.